أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين ہے نظر میں جمال حبیب خدا ان کی تصویر سینے میں موجود ہے جس نے لا کر کلام الہی دیا او محمد مدینے میں موجود ہے نظر میں جمال حبیب خدا ان کی تصویر سینے میں موجود ہے جس نے لا کر کلام الہی دیا او محمد مدینے میں موجود ہے یا رحمت اللہ انی خائف وجل یا نعمت اللہ انی مفلس عانی وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فعلى محمد سيدنا ومولانا محمد ഏറ്റവും ആദരണീയരായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ പരിശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായി ഈ സായം സന്ധ്യയിൽ ഇതുപോലൊരു വൈജ്ഞാനിക മജ്ലിസിൽ നമുക്ക് സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി MA TJ അവർകൾ ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിച്ചേരുകയായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുന്ന് എത്തിച്ചേരുന്നത് വരെ വിനീതനായ ഈ വിദ്യാർത്ഥി നിങ്ങളോട് ഒരൽപ്പം മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 വരുന്ന, അതല്ലെങ്കിൽ 2,24,000 വരുന്ന പ്രവാചക പ്രവീണന്മാരെ ഭൂമി ലോകത്തേക്ക് ഇസ്ലാമിക പ്രബോധനാർത്ഥം പറഞ്ഞയച്ചു. അവരിൽ ആദ്യത്തെ പ്രവാചകരായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകർ പരിശുദ്ധ പരിശ്രേഷ്ഠർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും
സന്മാർഗത്തിലേക്കും സാംസ്കാരികതയിലേക്കും സനാതന മൂല്യങ്ങളിലേക്കും എല്ലാത്തിലുമുപരി വിശുദ്ധമായ തൗഹീദിലേക്കും ക്ഷണിച്ചു. അവസാന പ്രവാചകരും നമ്മുടെയൊക്കെ നേതാവുമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളുടെ ഉമ്മത്തികളായി ഈ 21-ാം നൂറ്റാണ്ടിന്റെ മട്ടുപ്പാവിൽ സാധുക്കളായ നമുക്കും അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ അന്തരീക്ഷം എങ്ങനെയാണ്? വാസ്തവത്തിൽ ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ സ്മരണകളെ നാം ഓടിച്ചുപോയാൽ, സന്ധ്യാസമയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കൊല്ലം മുമ്പുള്ള നമ്മുടെ സന്ധ്യകൾ, നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ഒരു 10 കൊല്ലം മുമ്പ് ഒരു മഗ്രിബിന്റെ ബാങ്ക് വിളിച്ച നേരത്ത് നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് കടന്നു എന്നാൽ ഉള്ളൊരു അന്തരീക്ഷമാണോ ഇപ്പോഴുള്ളത്? ആലോചിച്ചു നോക്കുക. അതായത് മുമ്പ് കാലത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്നും മനോഹരമായ ബാങ്കിന്റെ അലമാലകൾ ഇങ്ങനെ അലയൊലിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിയോട് ഉമ്മ പറയും, മോനെ കളിച്ചത് മതി, ഇനി എന്റെ കുട്ടി കൈകാലുകൾ കഴുകി ആ ചെറിയ ചിമ്മിനി വിളക്കിന്റെ ചുറ്റുവട്ടത്തിരുന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലിക്കുമായിരുന്നു. പോരാ, ഈ ഉമ്മ വുളുവെടുത്ത് നിസ്കാരപ്പായിൽ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് വലത് കൈ ഉയർത്തി ആ അലമാലയിൽ ഇരിക്കുന്ന മുസ്ഹഫ് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം, വിശുദ്ധമായ ഖുർആനിലെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യാസീൻ സൂറത്ത് അത് പാരായണം ചെയ്യുമായിരുന്നു. മരണപ്പെട്ടുപോയ പിതാക്കൾക്ക് വേണ്ടി, ഉമ്മമാർക്ക് വേണ്ടി, ഉപ്പമാർക്ക് വേണ്ടിയെല്ലാം അത് ഹദിയ ചെയ്യുമായിരുന്നു. അതേ ഉമ്മ തൊട്ടെടുത്ത ആ മുസ്ഹഫ് വെച്ച ശേഷം എടുത്തത് മൗലിദ് കിതാബിന്റെ ഏടാണ്. അത് കയ്യിലെടുത്ത് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അപദാനങ്ങളെ വാനോളം വാഴ്ത്തുന്ന നഫീസത്തുമാല പാടിയിരുന്നു. മാത്രമല്ല, മഹാനായ ഔസുൽ ആലം സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മദ്ഹ് അല്ലാഹ് തിരുഫേരും തുതിയും സലവാത്തും എന്ന് തുടങ്ങുന്ന മനോഹരമായ മുഹയ്യിദ്ദീൻ മാലയുടെ ഈരടികൾ പാടിയിരുന്നു. ഇക്കാലഘട്ടത്തിലോ നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നാം കടന്നു ചെന്നാൽ ഒരു കയ്യിൽ മുസ്ഹഫും മറുകൈയിൽ തസ്ബീഹ് മാലയും പിടിച്ച് നിസ്കാരപ്പായിൽ നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് ഇബാദത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്മരണയിൽ ലയിച്ചിരുന്ന ഉമ്മ ഒരു വേള തന്റെ വലത് കൈയിൽ തസ്ബീഹിന്റെ മാല മറിച്ചിരുന്ന വലത് കൈയിൽ സ്റ്റാർ ടിവിയുടെ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഇങ്ങനെ പടപടാന്ന് മൂവ് ചെയ്ത് സെലക്ഷൻ നടത്തി സീരിയലുകളും ആഭാസങ്ങളും അനാവശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ ദുരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അധപ്പതിച്ചുപോയി. വാസ്തവമല്ലേ ഇത്? പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല, തൃശൂർ ജില്ലയിലെ ചന്ദിരാപ്പിണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 7 വയസ്സ് മാത്രം പ്രായമുള്ള ജസീല എന്ന് പറയുന്ന 7 വയസ്സുകാരിയെ 13 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖ് എന്ന് പറയുന്ന കൊച്ചുബാലൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. കടയിൽ സാധനം വാങ്ങാൻ വന്നതായിരുന്നു ജസീല.
അതേ കടയിൽ സാധനം വാങ്ങാൻ വന്ന ആഷിഖ് എന്ന് പറയുന്ന 13 വയസ്സുകാരൻ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ട് ജസീലയുടെ കയ്യിൽ പിടിച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് അകലെയുള്ള ആർപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോയി 7 വയസ്സ് മാത്രം പ്രായമുള്ള ജസീലയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തുകയും ജസീല കരയുമെന്നും സംഗതി പുറത്തെറിയുമെന്നും മനസ്സിലാക്കിയ ആഷിഖ് 13 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖ് എന്ന് പറയുന്ന കൊച്ചുബാലൻ സമീപത്ത് കിടന്നൊരു കരിങ്കൽ കഷ്ണമെടുത്ത 7 വയസ്സ് മാത്രം പ്രായമുള്ള ജസീല എന്ന് പറയുന്ന കൊച്ചു സഹോദരിയുടെ തലച്ചോറിടിച്ച് പുറത്തു ചാടിച്ച് ക്രൂരമായി ഭീഭത്സമായി ഭീകരമായി കൊന്നുകളഞ്ഞു. പോലീസുകാർ ചോദിച്ചു, അല്ല മോനെ ആഷിഖേ, നിനക്ക് എവിടുന്നാണ് ഈ ഇൻസ്പിറേഷൻ കിട്ടിയത്? 13ാമത്തെ വയസ്സിൽ 7 വയസ്സുകാരിയായ സഹോദരിയെ കൊല്ലാൻ മാത്രം നിനക്ക് പ്രചോദനം ലഭിച്ചത് എവിടുന്നാണ്? ആ പോലീസുകാരോട് എട്ടും പൊട്ടും തിരിയാത്ത പാവം ബാലൻ പറഞ്ഞു, സാർ, ഞാൻ കടയിൽ സാധനം വാങ്ങാൻ വന്നപ്പോ ആ കടയുടെ ചുമരിൽ പതിപ്പിച്ചിരുന്ന ഫിലിം പോസ്റ്ററിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ്, സിനിമാ പോസ്റ്ററിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ആ അപരാധം ചെയ്തു പോയത്. ആലോചിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൽ എത്രയോ 13 വയസ്സുകാരുണ്ട്, നമ്മുടെ വീട്ടിൽ എത്രയോ 7 വയസ്സുകാരികളുണ്ട്. എന്തുകൊണ്ടാണ്? നാളെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും ജസീലമാർ ഉണ്ടായിക്കൂടായോ? ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടിലും ആഷിഖുമാർ ഉണ്ടായിക്കൂടായോ? അനധിവിദൂരമല്ല ഭാവിയിലത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിന്റെ അകത്തളങ്ങളെ നാം വിലയിരുത്തി നോക്കുക. മുമ്പുണ്ടായിരുന്ന ആ സ്പിരിച്വൽ സിറ്റുവേഷൻ, ആത്മീയമായ അന്തരീക്ഷം ആണോ ഇന്ന് നിലനിൽക്കുന്നത്? അല്ല. പിന്നെ നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന എത്ര കുട്ടികളോട് ചോദിച്ചാൽ പറയും, ദീനിയായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ അവർ വർത്തമാനം പറയുമോ? പക്ഷേ സിനിമാ രംഗത്തെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചാൽ വളരെ വാചാലമായി അവർ സംസാരിക്കും. ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർ വാചാലമായി സംസാരിക്കും. ഫുട്ബോൾ താരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർ വാചാലമായി സംസാരിക്കും. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിക്കാൽ അവർ ഒരുപക്ഷെ അത്രത്തോളം വാചാലമായി സംസാരിക്കില്ല. എന്തുകൊണ്ടാണ്? ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, കുറച്ചു സമയം മാത്രമാണെങ്കിലും ഈ വിനീതനായ വിദ്യാർത്ഥി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയിലേക്കാണ്. അകലെ അകലെ മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ അറിയുമോ, ലോകത്തെ ഏറ്റവും വലിയ വിശ്വവിശ്രുതമായ യൂണിവേഴ്സിറ്റിയാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഇന്നും ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോകോത്തരത്തിൽ അറിയപ്പെട്ട ഫിഖ്ഹിന്റെ ഗ്രന്ഥം, അതിന്റെ ക്ലാസ് നടന്നിട്ടുണ്ട്. ആ ഫത്ഹുൽ മുഈന്റെ ആദ്യത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങൾ പറയുന്നത് കാണാം, ആദ്യമായി നമ്മുടെ മക്കളെ പിച്ച വെക്കാൻ തുടങ്ങുന്ന നേരത്ത് എന്താണ് പഠിപ്പിക്കേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കണം. നമ്മളെ കൊച്ചുമക്കളെ റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തണം. അറിയുമോ മോനെ, ആ കാണുന്ന ആകാശം പടയ്ക്കാൻ കാരണമാരാണെന്നറിയുമോ? ഈ കാണുന്ന ഭൂമി പടയ്ക്കാൻ കാരണമാരാണെന്നറിയുമോ? ഈ കാണുന്ന വൃക്ഷലതാദികളെ പടയ്ക്കാൻ കാരണമാരാണെന്നറിയുമോ? നീലാകാശത്തിന്റെ നീലിമയിലൂടെ ഓടിക്കളിക്കുന്ന പാറിക്കളിക്കുന്ന പഞ്ചവർണ്ണ കിളികളെ പടയ്ക്കാൻ കാരണമാരാണെന്നറിയുമോ? നിരനിരയായി വരിനിരയായി ഓടിക്കളിക്കുന്ന മാൻപേടകളെയും ഒട്ടകക്കൂട്ടങ്ങളെയും സൃഷ്ടിക്കാൻ കാരണമാരാണെന്നറിയുമോ? ഈ നിൽക്കുന്ന ഉമ്മയെയും ഈ എന്നോട് എന്റെ കൈപിടിച്ച് വർത്തമാനം പറയുന്ന പൊന്നുമോനെയും സൃഷ്ടിക്കാൻ കാരണമാരാണെന്നറിയുമോ? അകലെ അകലെ മദീനയുടെ മലരോനിയിൽ വിശ്രമിക്കുന്ന ആക്കായെ നാന്താർ താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളാ. കൊച്ചുകുട്ടി പിച്ച വെക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ കൽബിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തു കൊടുക്കണം. ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ചല്ല, ഫിലിം സ്റ്റാറുകളെ കുറിച്ചല്ല, മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച്. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ അധികാരി ആരാണ്? ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? ദാൽമൈറ്റി അല്ലാഹ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണെന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ മുഅ്മിനീങ്ങളെ, അപ്പൊ നമ്മളെ പിച്ച വെക്കാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടിയോട് നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. എങ്ങനെ? മോനെ, ഈ നിൽക്കുന്ന ഉമ്മയെ പടയ്ക്കാൻ കാരണമായൊരു നേതാവുണ്ട്. ഈ കുഞ്ഞുമോനെ പടയ്ക്കാൻ കാരണമായൊരു നേതാവുണ്ട്.
ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്ര ജ്യോതിർഗോള ഗാലക്സികളെയും മുഴുവനും പടയ്ക്കാൻ കാരണമായൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. ആ പുന്നാർ നബി ജനിച്ചത് മക്കയിലാണ്. ആ പുന്നാർ നബി വഫാത്തായത് മദീനയിലാണ്. ആ പുന്നാർ നബിയുടെ ഉമ്മാന്റെ പേര് ആമിന ബീവി എന്നാണ്. ആ പുന്നാർ നബിയുടെ വാപ്പിച്ചാന്റെ പേര് അബ്ദുള്ള എന്നാണ് എന്ന് തുടങ്ങി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകൾ മുഴുവനും ആ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. ആദ്യമായി നമ്മുടെ മക്കൾക്ക് ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെയും ഒരു കുഞ്ഞുമോന്റെയും ചരിത്രമുണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ. അറിയുമോ, സമർക്കന്തിൽ ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു. 7ാമത്തെ വയസ്സെത്തി. ആ വയസ്സെത്തിയപ്പോ ഉമ്മാന്റെ തുണിക്കോന്തരയിൽ പിടിച്ച് മദീനത്ത് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചൊരു കുഞ്ഞുമോൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിച്ച വെക്കാൻ തുടങ്ങിയില്ല. നേരെ ചൊവ്വേ ഉമ്മാന്റെ മുഖത്ത് നോക്കി, ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങുന്നതിനു മുമ്പേ ആ ഉമ്മ കുഞ്ഞുമോനോട് ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു, മോനെ ഒന്ന് പറയാമോ, നമ്മുടെ നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. നമ്മുടെ നബി ജനിച്ചതെവിടാ? അത് മക്കയിലാ എന്ന് തുടങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആ കുഞ്ഞുമോന്റെ മനസ്സിലേക്ക് ഉമ്മ കോറിയിട്ട് കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, പിച്ച വെക്കാൻ തുടങ്ങിയിട്ടില്ല പൊന്നുമോൻ. നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടില്ല കുഞ്ഞുമോൻ. ആ നേരത്തെ ആ കൽബിന്റെ അകത്തളത്തിൽ ആ പൊന്നാര മകന് പൊന്നുമ്മ പഠിപ്പിച്ചു കൊടുത്തു, മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, ആകാശത്തുകൂടി പറന്നു പോകുന്ന പഞ്ചവർണ്ണ കിളികളെ കാണുമ്പോ കുഞ്ഞുമോൻ ചോദിക്കും, അതെന്താ ഉമ്മ? അതിനെ പടയ്ക്കാനും കാരണമാണോ റസൂലുള്ളാഹ്? ഓലത്തുമ്പുകൾ ആടിക്കളിക്കുന്നത് കാണുമ്പോ ഈന്തപ്പനയോലിവിടെ ഓലത്തുമ്പുകൾ ഇങ്ങനെ മന്ദമാരുതന്റെ തലയിടലേറ്റ് ആടിക്കളിക്കുന്ന നേരത്ത് ചോദിക്കും, ആ ഓലകളെ സൃഷ്ടിക്കാനും കാരണക്കാരനാണോ റസൂലുള്ളാഹ്? ഒട്ടകക്കൂട്ടങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് മെല്ലെ മെല്ലെ പോകുന്നത് കാണുമ്പോഴും കുഞ്ഞുബാലൻ ചോദിച്ചു, ആ കാണുന്ന ഒട്ടകക്കൂട്ടങ്ങളെ പടയ്ക്കാനും കാരണമാണോ റസൂലുള്ളാഹ്? ആട്ടിൻ പറ്റങ്ങൾ വരിനിരയായി സഞ്ചരിച്ചു പോകുന്നത് കാണുമ്പോ കുഞ്ഞുമോൻ ചോദിച്ചു, ഉമ്മ, ആ കാണുന്ന ആട്ടിൻ പറ്റങ്ങളെ പടയ്ക്കാനും കാരണമാണോ റസൂലുള്ളാഹ്? അതേ, എല്ലാത്തിനും കാരണമാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുമോൻ റസൂലുള്ളാഹിനെ പ്രണയിക്കണം. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ റസൂലുള്ളാഹിനെ പ്രണയിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. കിതാബുൽ ഈമാൻ എന്നൊരധ്യായം മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ട് അതിലൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ ആദ്യമായി അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും സത്യവിശ്വാസി അല്ലേ അല്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ, മക്കളെക്കാൾ, സർവരെക്കാളും മുഹമ്മദുർ റസൂലുള്ളാഹി ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നവരെ നമ്മളാരും വിശ്വാസികളെ അല്ല. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിച്ചു നോക്കുക, നമ്മുടെ കൽബിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമുക്ക് ഇഷ്ടമുള്ളവരാണോ? നമ്മുടെ മക്കളെക്കാൾ നമുക്ക് പ്രിയമുള്ളവരാണോ? നമ്മുടെ സന്താനങ്ങളെക്കാളും ഭാര്യ മക്കളെക്കാളും കുടുംബക്കാരെക്കാളും റസൂലുള്ളാഹി നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ടയാളാണോ? വിചിന്തനം നടത്തണം. ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളുമെല്ലാം വിചിന്തനം നടത്തേണ്ടുന്ന വിഷയമാണ്. വാസ്തവത്തിൽ നമ്മളൊക്കെ യഥാർത്ഥ സത്യവിശ്വാസികളാണോ? കാരണം എന്തേ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവരെക്കാളും റസൂലുള്ളാഹിനെ പ്രണയിക്കാതെ നമ്മളാരും വിശ്വാസികളല്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്.
അപ്പോൾ സമർഖന്ദിലെ കുഞ്ഞുബാലനോട് ഉമ്മിച്ച ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ഉമ്മാന്റെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ട് കാണുന്നതിനെ കുറിച്ചെല്ലാം ചോദിച്ചു. അതിന് റസൂലുള്ളാഹിനെ അറിയുമോ? അറിയും മോനെ. ആകാശത്തെ അതിന് റസൂലുള്ളാഹിനെ അറിയുമോ? എല്ലാത്തിനും റസൂലുള്ളാഹിനെ അറിയാം, എല്ലാത്തിനെയും റസൂലുള്ളാഹിനും അറിയാം. അവസാനം 7ാമത്തെ വയസ്സ് പിന്നിടുന്ന നേരത്ത് ഉമ്മാന്റെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ടൊരു ദിവസം കുഞ്ഞുമോൻ പറഞ്ഞു, ഉമ്മാ, എനിക്ക് മദീനയിൽ പോകണമെന്ന് വല്ലാത്ത ദാഹം തോന്നുന്നു, എനിക്ക് മദീനയിൽ ചെല്ലണമെന്ന് വല്ലാത്ത ആശ തോന്നുന്നു, അനുമതി തരാമോ ഉമ്മാ? എങ്ങനെയാണ് കുഞ്ഞുമോനെ മദീനയിൽ പോവുക? നമ്മളുള്ളത് സമർഖന്ദിലല്ലേ, 1000 കാതങ്ങളകലെയുള്ള മദീനയിലേക്ക് എങ്ങനെയാണ് എന്റെ കുഞ്ഞുമോൻ പോവുക? മാത്രമല്ല എന്റെ കുഞ്ഞുമോന്റെ പ്രത്യേകത എന്താ? ജന്മനാ 2 കാലുകളും തളർന്നു പോയ മോനല്ലേ, ജന്മനാ 2 കാലുകൾക്കും നടക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുമോൻ എങ്ങനെയാണ് സമർഖന്ദിൽ നിന്നും 1000 കാതങ്ങളകലെയുള്ള മദീനയിലേക്ക് പോവുക? ആ കുഞ്ഞുമോന്റെ മുഖത്ത് ദുഃഖത്തിന്റെയും ശോകത്തിന്റെയും ആർദ്രതകൾ ഇരമ്പി വന്നു. ഉമ്മാന്റെ തുണിക്കോന്തലയോട് ചേർന്ന് നിന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉമ്മാ, എനിക്ക് മദീനത്ത് പോകാൻ അവസരമുണ്ടാകുകയില്ലേ? എനിക്ക് പുന്നാര നബിയുടെ ചാരത്ത് ചെല്ലാൻ സാധിക്കുകയില്ലേ? ചമൻ ചമൻ കെ റോസിനി വലോംഗ ലോംഗ ശബനമി വൈതന പ്യാരെ നാം ഹേ നബി 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 वो भूल की चमन बना, वो भूल की चमार बना, वो लोंग लोंग शबनमी, वो इतना प्यार नाम है नबी 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 नबी. കൽബ് നിറയെ മദീനയാണ് ഉമ്മ. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്റെ നബിയെ കുറിച്ചാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ റസൂലുള്ള ഞാൻ എന്റെ പ്രസവിച്ച് 10 മാസം ഒരുപാട് വേദനകളും കഷ്ടതകളും നഷ്ടങ്ങളും സഹിച്ച് എന്നെ ഗർഭം ചുമന്ന എന്റെ പുന്നാറുമ്മയേക്കാൾ, മരണത്തോടെടുത്ത മല്ലടിച്ചു വേദന സഹിച്ചെന്നെ പ്രസവിച്ച എന്റെ പുന്നാറുമ്മയേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹ് എത്ര രാത്രികളിലാണ് എന്റെ പുന്നാറുമ്മിച്ച് എന്നെ ഉറക്കമൊളിച്ച് താരാട്ട് പാടിത്തന്നത്. എത്ര രാത്രികളിലാണ് എനിക്ക് വേണ്ടി താലോടിയും താരാട്ടിയും പാലൂട്ടിയും സമയം കളഞ്ഞത്. അങ്ങനെ എനിക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച എന്റെ പുന്നാര ഉമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രണയിക്കേണ്ട മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെല്ലാൻ അനുമതി തരുമോ ഉമ്മ? അനുവാദം തരുമോ ഉമ്മ? 7ാമത്തെ വയസ്സ് പിന്നിടുമ്പോ ഉമ്മിച്ച അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ സംവത്സരം ഒന്നുകൂടി പിന്നിട്ടു. ഞാൻ ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, 8ാമത്തെ വയസ്സെത്തി. വീണ്ടും ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉമ്മ, മദീനത്ത് പോകാൻ പൂതിയുണ്ട്, അനുമതി എനിക്ക് തരാവോ? എനിക്ക് പോകാൻ അനുവാദം തരാവോ? 1000 കാതം ദൂരെയില്ലേ മദീന? നമ്മൾ ഒരുപാട് ദൂരത്ത് നിന്ന് ഇപ്പുറത്തല്ലേ സമർഖന്ത്. കുഴപ്പമൊന്നുമില്ല ഉമ്മിച്ച, എന്റെ പുന്നാര ഉമ്മ, എനിക്ക് നിങ്ങളൊന്ന് അനുമതി തരാവോ? ഒന്നനുവാദം തരാവോ? 8ാമത്തെ വയസ്സിൽ തന്റെ കൊച്ചു പൊന്നുമോനെ, കാലിന് ശേഷിയില്ലാത്ത, ജന്മനാ നടക്കാൻ ശേഷി നഷ്ടപ്പെട്ടു പോയ ഉമ്മാന്റെ മുഖത്ത് നോക്കി എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന പുന്നാര നബിയെ പറ്റി വാചാലമായി സംസാരിക്കുന്ന കുഞ്ഞുമോനെ ചേർത്ത് നിർത്തിയിട്ട് കവിൾത്തടങ്ങളിൽ ഉമ്മ നൽകിയിട്ട് ഉമ്മിച്ച പറഞ്ഞു, മോനെ, ഈ ഉമ്മാന്റെ കയ്യിൽ പണമില്ല, എന്റെ പൊന്നുമോനെ യാത്രയേക്കാൻ ഒട്ടകമില്ല, എന്റെ പൊന്നുമോനെ യാത്രയേക്കാൻ കുതിരയില്ല, ഞാൻ സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു പാവം ഉമ്മയാണ്. എന്റെ സഹോദരങ്ങളെ, നാം ആലോചിച്ചു നോക്കുക. നമ്മുടെ കൂട്ടത്തിൽ 10 വയസ്സായ ആളുകളുണ്ട്, 20 വയസ്സായ ആളുകളുണ്ട്, 21, 30, 40, 50 വയസ്സായ ആളുകളില്ലേ? ഇന്ന് വരെയെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് അതിയായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പോകട്ടെ, നമ്മുടെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ,
നിങ്ങളുടെ സാരി തുമ്പിൽ പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ പൊന്നോവന പുത്രനോ പുത്രിയോ ഉമ്മ എനിക്ക് മദീനത്ത് പോകാൻ മോഹമാകുന്നു, റസൂലുള്ളാന്റെ ചാരത്ത് ചെല്ലാൻ ദാഹമാകുന്നു, അനുമതി തരാവോ? പോകട്ടെ പോകട്ടെ, ഏറ്റവും കൂടുതൽ ഞാൻ പ്രേമിക്കുന്ന എന്റെ നേതാവായ റസൂലുള്ളാനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ഒരു വഴി പറഞ്ഞു തരാമോ ഉമ്മ? റസൂലുള്ളാനെ ഒരു നോക്ക് കാണാൻ അത് സ്വപ്നത്തിലെങ്കിലും സാധ്യമാകുന്നൊരു മാർഗം പറഞ്ഞു തരാമോ ഉമ്മ? അല്ലാഹുവിന്റെ റസൂലിനെ മോഹിച്ചുകൊണ്ട് ഇന്നുവരെയെങ്കിലും നമ്മളോ നമ്മുടെ മക്കളോ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ ഉമ്മമാരെ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, എന്തുകൊണ്ടാ നമ്മുടെ മക്കളത് പറയാഞ്ഞത്? അല്ലിമൂ ഔലാദക്കും മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. നമ്മളെ മക്കളെ ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ടതിനു പകരം ക്രിക്കറ്റ് താരങ്ങളുടെയും സിനിമാ സ്റ്റാറുകളുടെയും പിന്നാപുറങ്ങളിൽ പോയി ഈ നന്ദികെട്ട ദുനിയാവിന്റെ പിന്നാലെ പോയി നമ്മുടെ കൊച്ചുമക്കളുടെ മനസ്സിനകത്ത് അശ്ലീലതകളും ആഭാസങ്ങളും തലം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ നാം ഉള്ളത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമർക്കന്ദിലെ കുഞ്ഞുബാലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ പോകാൻ 9ാമത്തെ വയസ്സെത്തിയപ്പോ ചോദിച്ചു, ഉമ്മ അനുവാദം തരുമോ? എങ്ങനെ വിടാനാണ് കുഞ്ഞുമോനെ? നടക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുമോനെ എങ്ങനെ പറഞ്ഞു വിടാനാണ്? മദീനത്തേക്ക് മോഹിച്ചു നിൽക്കുന്ന കൊച്ചുമോനെ എങ്ങനെ യാത്രയക്കാനാണ്? 9ാമത്തെ വയസ്സ് പിന്നിട്ടപ്പോഴും ആവലാതി പറഞ്ഞപ്പോ ചേർത്ത് വെച്ച് ഉമ്മ എടുത്തിട്ട് പറഞ്ഞു, മോനെ ഒരല്പസമയം കൂടി ഉമ്മിച്ചാക്ക് സാവധാനം തരാവോ? ഒരല്പസമയം കൂടി ഉമ്മാക്ക് നീ സമാധാനം തരാമോ? എന്തേ ഉമ്മ? ഇൻഷാ അല്ലാഹ് എന്റെ കുഞ്ഞുമോനെ ഞാൻ യാത്രയേക്കും. എനിക്ക് വേണ്ടത്ര സൗകര്യമില്ലാത്തത് കൊണ്ടല്ലേ നിന്നെ ഞാൻ യാത്രയേക്കാത്തത്. അതെ, ഞാൻ കാത്തിരിക്കുന്നു എന്റെ നേതാവായ നബിയുടെ ചാരത്ത് ചെല്ലാൻ, പുന്നാര ഹബീബിന്റെ ഓരത്ത് ചെന്ന് സലാം പറയാൻ. ഹബീബായ നബിയെ മോഹിച്ച സമർക്കന്ദിലെ 8 വയസ്സുകാരനായ കുഞ്ഞുബാലൻ 9ാമത്തെ വയസ്സ് പിന്നിട്ടു. വീണ്ടും ആവലാതി പറഞ്ഞു, ഉമ്മ അനുവാദം കൊടുക്കുന്നില്ല. സന്ദർഭവശാൽ ഒരു സംവത്സരം കൂടി പിന്നോട്ട് പോയി 10ാമത്തെ വയസ്സെത്തിയപ്പോ വീണ്ടും ഉമ്മാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചമൻ ചമൻ കരോസിനി ലോങ്ക ലോങ്ക ശബനമി വൈതന പ്യാര നാമ ഹേ നബി 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 നബി. മദീന എന്നെ മാടി വിളിക്കുന്നു, എന്റെ നേതാവായ റസൂലുള്ളാഹി തങ്ങൾ എന്നെ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്മരണകളെ മുഴുവനും മദീനയാണ്, എന്റെ ഓർമ്മകളെ മുഴുവനും മദീനയാണ്, ഞാൻ എപ്പോഴും ദാഹിക്കുന്നതും മദീനയാണ്. ഇദൻ ലീ ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അനുമതി തരുമോ ഉമ്മ? അനുവാദം തരുമോ ഉമ്മ? റസൂലുള്ളാന്റെ ചാരത്ത് ചെല്ലാൻ, പുന്നാര ഹബീബിന്റെ ഓരത്ത് ചെല്ലാൻ. സമർക്കന്ദിലെ കുഞ്ഞുബാലൻ എന്ന് വയസ്സ് 10 ഉമ്മാനോട് അവലാതിയും വേവലാതിയുമായിട്ട് കുഞ്ഞുബാലൻ ഉമ്മാനെ വിടുന്ന മട്ടില്ല. അവസാനം ഉമ്മ പറഞ്ഞു, മോനെ, പ്രവാചക പ്രേമബദ്ധമായ ഹൃദയം അറബിക്കടലിന്റെ സാഗരം കണക്കെ അലയടിക്കുന്ന നിന്റെ ഈ കൊച്ചു മനസ്സിനെ നോക്കി മദീനയിലേക്ക് പോകണ്ട എന്ന് പറയാൻ ഉമ്മാക്ക് മനസ്സ് വരുന്നില്ല. എന്നാൽ നിന്നെ യാത്രയേക്കാൻ ഉമ്മാക്ക് മനസ്സ് വരുന്നില്ല. നീ ഇത്ര നാളായി എന്റെ കൂടൊപ്പം കൂടിയിട്ട് 10 വയസ്സല്ലേ നിനക്ക് പ്രായമുള്ളൂ. 10 സംവത്സരം മാത്രമാണ് നമ്മൾ കണ്ടത്. നിന്നെ ഞാൻ കണ്ടു കൊതി തീർന്നിട്ടില്ല. മദീനയിൽ പോകണമെന്ന് നിന്റെ ആഗ്രഹം ശരിയാണ്, പക്ഷേ എനിക്ക് വിടാൻ നിർവാഹമില്ല. അവസാനം മദീനയെ വല്ലാതെ മോഹിച്ച കുഞ്ഞുമോന്റെ സവിധത്തിലെത്തിയിട്ട് പൊട്ടി പൊട്ടി ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, ഈ 10ാമത്തെ വയസ്സിൽ നിനക്ക് ഞാൻ അനുമതി തന്നിരിക്കുന്നു മദീനയിലേക്ക് പോകാൻ.
അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് പോകാനുള്ള സന്തോഷത്തിന്റെ അനുമതി കിട്ടിയപ്പോ സമർക്കന്ദിലെ കുഞ്ഞുബാലൻ ആഹ്ലാദത്തിന്റെ തേരിലേറി അനുരാഗത്തിന്റെയും അനുമോദനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സുബർക്കലോകത്തിലേക്ക് വളരെയേറെ ചിറകടിച്ചുയർന്ന കുഞ്ഞുബാലൻ ചിന്തിച്ചു, എങ്ങനെയാണ് മദീനയിൽ പോവുക, എങ്ങനെയാണ് ആയിരം കാതങ്ങലകളുള്ള മദീനയിലേക്ക് ഞാനെത്തുക. അവസാനം ചിന്തിച്ചിട്ട് വിളിച്ചു, യാ റസൂലല്ലാഹ്, മദീനയിലെ രാജാവായ, കാലത്തിന്റെ ജേതാവായ, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ നബിയേ, ആശയുണ്ട് മുത്ത് നബിയെ റൗള പുൽകിടുവാൻ, കാലുകൾക്ക് ശേഷിയിൽ ലങ്ങീന് വന്നിടുവാൻ, കൽബ് നിറയെ പൂമുഖം തന്നാണു തിരുനബിയെ, എന്റെ കൽബ് പൊട്ടും കേണപേക്ഷ കേൾക്കണേ നബിയേ. അകലെ അകലെ മദീനയുടെ മലർവനിയിലുറങ്ങുന്ന നബിയേ, വരാൻ വല്ലാത്ത പൂതിയുണ്ട്, എത്താൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ നിർവാഹമില്ല. കുതിരയില്ല സവാരി ചെയ്യാൻ, ഒട്ടകം ഇല്ല പാവം സാധുവാമീ കുഞ്ഞുബാലൻ ഇഴയുവാൻ നബിയേ, ഇഴയുവാൻ നബിയേ. സ്വന്തമായൊരു കുതിരയെ ഒരുക്കി തരാനും ഒരൊട്ടകത്തിനെ ഒരുക്കി തരാനും എന്റെ ഉമ്മിച്ചാക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് മദീനയെ ലക്ഷ്യമാക്കി ഞാൻ ഇഴയുകയാണ്. എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, റസൂലുള്ളാഹിന്റെ ഓരത്തെത്താൻ. ഏ ഖുദാ ഇൽതിജാ ഹേ മേരി इश्क अहमद में यो मौत आई, जन्नत अच्छी जगह तो है लेकिन है दिल को पसंद अपनी मदीना, है दिल को पसंद अपनी मदीना. हमने जाएंगे कुए नबी से, हमने जाएंगे कुए नबी से, जिसको चाहे वो जन्नत में चाहे. സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്ന ആളുകളെ, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കൊള്ളുവീൻ. ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ കെട്ടാനും ദുനിയാവിൽ സുഖങ്ങളും പർദീസകളും പണിയാനും ആഗ്രഹിക്കുന്ന ആളുകളെ, നിങ്ങൾ ദുനിയാവിൽ സ്വർഗം പണിതുകൊള്ളുവീൻ. ദുനിയാവിന്റെ സുഖങ്ങളിൽ മതിഭ്രമിച്ച്, ദുനിയാവിന്റെ സുഖങ്ങളിൽ ലയിച്ച് നിങ്ങൾ ദുനിയാവിൽ തങ്ങിക്കൊള്ളുവീൻ. ഞാൻ എന്റെ സുവർഗത്തിലേക്ക് പോകുന്നു, ഞാൻ എന്റെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു, ഞാൻ എന്റെ സുവനത്തിലേക്ക് സഞ്ചരിക്കുന്നു. എവിടെയാണ് 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 എന്റെ സുവനമെന്നറിയുമോ? എവിടെയാണ് എന്റെ സ്വർഗമെന്നറിയുമോ? മദീന മദീന മദീന, മദീനയാണ് എന്റെ സ്വർഗം, മദീനയാണ് എന്റെ സുവനം, മദീനമാണ് എന്റെ സ്വർഗം. ആ മദീനയിലേക്ക് പോകുന്നു. നടന്ന് നടന്ന് പോകുന്ന കൂട്ടത്തിൽ ഒട്ടകക്കൂട്ടങ്ങളെ കണ്ടു വരുന്നു. ഒട്ടകക്കൂട്ടങ്ങളെ, നിങ്ങൾ മദീനയിലേക്ക് പോകാൻ വരുന്നോ? ഇഴഞ്ഞിഴഞ്ഞ് മെല്ലെ മെല്ലെ പോകുന്ന നേരത്ത് പറവകളെ കണ്ടു. ചോദിച്ചു, പറവകളെ, ഞാൻ പോകുന്നു മദീനയിലേക്ക്, നിങ്ങൾ പോരുന്നോ എന്നോടൊപ്പം മദീനയിലേക്ക് പോകാൻ? അങ്ങനെ കാണുന്ന ജീവികളോടും സസ്യങ്ങളോടും മൃഗങ്ങളോടും അമ്പിളി 14-ാം നിലാവിലെ അമ്പിളി ആകാശ സീമയിൽ ഇങ്ങനെ പ്രകാശമാനായി ഉദിച്ചു വന്നപ്പോ അമ്പിളിയോട് ചോദിച്ചു, പാൽനിലാവ് പൊഴിക്കുന്ന പൊന്നമ്പിളി, നീ വരുന്നോ എന്റെ നേതാവിനെ കാണാൻ പോകാൻ? പാൽനിലാവ് പൊഴിച്ച് പുഞ്ചിരി തൂകുന്ന അമ്പിളിയോട് 14-ാം നിലാവിനോട് കുഞ്ഞുബാലൻ ചോദിച്ചു, ഞാൻ മദീനയിലേക്ക് പോകുക, നീ വരുന്നോ മദീനത്തെ എന്റെ നബിയെ കാണാൻ? സൂര്യൻ ഇങ്ങനെ ആകാശസീമയിൽ ഉദിച്ചുയർന്ന് വന്നപ്പോ സൂര്യനോടും ചോദിച്ചു, സൂര്യ, നിനക്കറിയില്ലേ എന്റെ റസൂലുള്ളാഹിനെ, ഞാൻ പോകുന്നു മദീനയിലേക്ക്, നീ വരുന്നോ? ചന്ദ്രൻ പറഞ്ഞു, അറിയും, നിന്റെ നേതാവായ എന്റെയും നേതാവായ നബിയെ ഞാൻ അറിയും.
അബൂജഹലുമാരും ഉത്ബത്തുമാരും ശൈബത്തുമാരും വലീദുമാരും വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, സത്യപ്രവാചകനാണെന്ന് വാദമുണ്ട് അല്ലേ? സത്യപ്രവാചകനാണെന്ന് നീ വാദിക്കുന്നു അല്ലേ? സത്യപ്രവാചകനാണെങ്കിൽ ആകാശസീമയിൽ നിൽക്കുന്ന പൗർണേന്ദുവിനെ കണ്ടോ? ആ പൗർണേന്ദുവിനെ 2 പിളർപ്പാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഈ വർത്തമാനം കേട്ടപ്പോ അശാറ ഇലാ ബദിരിൽ മുനീരി ബികഫിഹി, ആകാശലോകത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഒരു വര വരച്ച നേരത്ത് പൂർണ്ണേന്ദുവായി ഉദിച്ചു നിന്ന ചന്ദ്രബിംബം 2 പിളർപ്പായിട്ട് 2 പർവ്വതങ്ങളുടെ മേലിൽ പോയി മാറി നിന്നു. അതേ, ലോകത്തൊരുപാട് ആളുകൾ എന്നെ നോക്കി പാട്ടുപാടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്നെ നോക്കി പലതും പറഞ്ഞിട്ടുണ്ട്. എന്റെ നേർക്ക് വിരൽ ചൂണ്ടിയപ്പോ ഞാൻ 2 പിളർപ്പായി മാറി നിന്ന് കൊടുത്തത് എന്റെ നേതാവ് കൂടിയായ, നീ പോകുന്ന മദീനയിലെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വേണ്ടി മാത്രമാണ് കുഞ്ഞുമോനെ. അറിയാം, ഹമേ ഖൂബ് ജാൻതേ ഹൈ ഹമാരാ ആഖായേ നാംദാർ താജ്ദാർ മദീന, സർവർ ആലം സർക്കാർ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്കൊക്കെ അറിയും, നീ പോകുന്ന നേതാവിനെ ഞങ്ങളുടെ കൂടി നേതാവാണ് ആ നേതാവ് എന്ന് സർവ്വ ചരാചരങ്ങളും കുഞ്ഞുബാലനോട് സംവദിച്ചു, സ്നേഹസംവാദം നടത്തി, അവനോട് സ്നേഹകുശലം നടത്തി. കുഞ്ഞുബാലൻ ഇഴഞ്ഞിഴഞ്ഞ് 2 കാലുകളും ജന്മനാ തളർന്നുപോയ സമർക്കന്തിലെ കുഞ്ഞുബാലൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് റൗളത്തു ശരീഫയുടെ ചാരത്തേക്ക് സമർക്കന്തിൽ നിന്നും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന തേടിയുള്ള യാത്ര. അതാ ആളുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കുഞ്ഞുബാലൻ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന അവസരത്തിൽ കാണുന്ന ആളുകളൊക്കെ ചോദിച്ചു, എവിടേക്ക് പോകുക, എവിടേക്ക് പോകുക? പൊന്നുമോനെ, നീ എവിടേക്കാണ് സഞ്ചരിച്ചു പോകുന്നത്? ആരെ കാണാനാണ് പോകുന്നത്? ധാരയായൊഴുകുന്നു രക്തം നിലയ്ക്കാതെ, ശരീരമാകെ മുറിഞ്ഞടർന്നു വേദനയാലേ, കൂർത്ത മുള്ളുകൾ മൂർത്ത മുള്ള്, കൂർത്ത കല്ലുകൾ മൂർത്ത മുള്ള് നിറഞ്ഞ വഴിയാലേ, ബാലൻ വീണ്ടും വീണ്ടും ഇഴഞ്ഞു നീങ്ങി മദീന വഴിയാലേ. പൊന്നുമോനെ, പറയൂ നീ ഈ യാത്ര എങ്ങോട്ടാ? തളർന്ന കാലു നിലത്തുരസി ഇഴയുന്നതെങ്ങോട്ടാ? അമ്പിളി പോൽ പുഞ്ചിരി ചവനുത്തരം നൽകി ഞാൻ, മുത്തുനബിയെ കാണുവാൻ മദീനയിലേക്കാ, മുത്തുനബിയെ കാണുവാൻ മദീനയിലേക്കാ. ഹബീബായ നബിയുടെ മദീന കാണാൻ ഞാൻ പോവുകയാണ് കൂട്ടുകാരെ. നിങ്ങൾ വരുന്നോ? ഞാൻ മദീനയിലേക്ക് പോകുന്നു. മദീനത്ത് പോകാൻ നേരത്ത് ഉമ്മിച്ച കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ എന്നാണ് ഇനി കാണുക? ഉമ്മിച്ച, ഇൻഷാ അല്ലാഹ് മഹ്ശറയിൽ വെച്ച് നമുക്ക് കാണാം. 10ാമത്തെ വയസ്സ്, 10 വയസ്സ് മാത്രം പ്രായമുള്ള നിന്നെ യാത്രയേക്കാൻ കുഞ്ഞുമോനെ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ നീ മോഹിക്കുന്നത് മദീനയാണ്, അതിനെനിക്ക് തടസ്സം നിൽക്കാനും നിർവാഹമില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് വേർപാടിന്റെ വേദനയിലും ശോകതയിലും ദുഃഖത്തിലും ആ പ്രിയപ്പെട്ട മാതാവ് കുഞ്ഞുമോന് സലാം പറഞ്ഞ് യാത്രയാക്കി മദീനയെ ലക്ഷ്യമാക്കി 10 മാസം തുടർച്ചയായി സമർക്കന്ദിലെ കുഞ്ഞുബാലൻ ഇഴഞ്ഞിഴഞ്ഞ് മദീനയുടെ ബൗണ്ടറിയിൽ എത്തിപ്പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 1000 കാതങ്ങൾ അകലെയുള്ള മദീനയിൽ നിന്ന് 1000 കാതങ്ങൾ ദൂരെയുള്ള മദീനയിലേക്ക് ഞാൻ വന്നു നബിയേ.
ചോദിച്ചത്. എന്റെ ജീവിതത്തിൽ എനിക്ക് 3 അഭിലാഷങ്ങളുണ്ട്. അതിലൊന്ന് മദീനയിലെത്തലായിരുന്നു. ഞാനിതാ മദീന ഇവിടെ ബൗണ്ടറിയിലെത്തിപ്പോയി. ഇനി എനിക്ക് മദീനയിൽ കടക്കണം. പക്ഷേ രക്തം എന്റെ പാർശ്വഭാഗങ്ങളിലൂടെ കൂർത്ത കല്ലുകൾ കൊണ്ടിട്ട്, മൂർത്ത മുള്ളുകൾ കൊണ്ടിട്ട് ശരീരത്തിന്റെ 2 പാർശ്വഭാഗങ്ങളിലൂടെ രക്തം ഇങ്ങനെ കിനിയുന്നുണ്ട്. ഒപ്പം വേദന കൂടി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വേദന അറിയാതെ ബാലൻ വീണ്ടും ഈടയുന്നേ. വേദന അറിയുന്നില്ല, രക്തം കിനിയുന്നതും അറിയുന്നില്ല. അവസാനം മനസ്സ് മുഴുവനും മദീനയെ ധ്യാനിച്ചുകൊണ്ട് പോയ സമർക്കന്ദിലെ കുഞ്ഞുബാലൻ, 10 വയസ്സ് മാത്രം പ്രായമുള്ള സമർക്കന്ദിലെ കുഞ്ഞുബാലൻ അതാ മദീന ഷരീഫിന്റെ ബൗണ്ടറിയിലെത്തിയിട്ട് മണൽപ്പരപ്പുകളോട് ചോദിച്ചു, മദീനയിലെ മണൽപ്പരപ്പുകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കാലിന് ആ കാൽപ്പാടുകളെ ഏറ്റുവാങ്ങാൻ, ആ കാലുകളെ സ്വീകരിക്കാൻ, ആ കാലുകൾക്ക് പരവതാനി വിധിക്കാൻ അല്ലാഹു അനുഗ്രഹം ചെയ്ത മദീനയിലെ മണൽപ്പരപ്പുകളെ, പോരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ അല്ലാഹു തീരുമാനിച്ച ശ്രേഷ്ഠതയുള്ള മദീനയിലെ മണൽപ്പരപ്പുകളെ നിങ്ങൾ കാണുന്നില്ലേ? എന്റെ 2 പാർശ്വഭാഗങ്ങളിലൂടെ മുള്ളുകൊണ്ടിട്ടും കല്ലുകൊണ്ടിട്ടും രക്തം ഇങ്ങനെ കിനിഞ്ഞു വരുന്നത് ഇല്ല. രക്തം നജസല്ലേ? അശുദ്ധമായിട്ട് പരിശുദ്ധ പരിശ്രേഷ്ഠമായ മദീനയിലേക്ക് എങ്ങനെയാണ് ഞാൻ കടക്കുക? എങ്ങനെയാണ് ഞാൻ പ്രവേശിക്കുക? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ മണൽത്തരികളെ സമർക്കന്ദിലെ കുഞ്ഞുബാലൻ കോരിയെടുത്തു. തന്റെ കൊച്ചു കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, മണൽത്തരികളെ, നിങ്ങൾക്ക് ശമനമുണ്ട് അല്ലേ? നിങ്ങൾക്ക് രോഗശമനത്തിന് ശേഷിയുണ്ട് അല്ലേ? കാരണം അല്ലാഹുവിന്റെ അർശിലും ലൗഹിലും ചെന്ന കാലുകൾക്ക് പാദസ്ഥലികൾ ഏറ്റുവാങ്ങിയ നിങ്ങൾക്കതിന്റെ പരിശുദ്ധതയുണ്ട്. അതുകൊണ്ട് എന്റെ ഈ കിനിയുന്ന ചോര നിലയ്ക്കണം, എന്റെ ഈ കൊണ്ട മുറിവുകൾ മാറണം. അതിന് ഞാൻ നിങ്ങളെ എടുത്ത് എന്റെ പാർശ്വഭാഗങ്ങളിൽ പുരട്ടുന്നു. മദീനത്തെ മണൽത്തരി 2 കൈകൊണ്ടും കോരിയെടുത്ത് ചുടുചുംബനം നൽകിയിട്ട് 2 പാർശ്വഭാഗങ്ങളിലേക്കും പുരട്ടുമ്പോൾ വല്ലാത്ത അത്ഭുതം തന്നെ. സമർക്കന്ദിലെ കുഞ്ഞുബാലന്റെ മുറിവ് ഭേദപ്പെടുന്നു, രക്തം കിനിയുന്നത് നിലയ്ക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. മദീനയെ മോഹിച്ചിരുന്ന എനിക്ക് മദീനയിലേക്ക് കടക്കാൻ കഴിഞ്ഞുവല്ലോ. സന്തോഷത്തോടെ മദീനയിലെ മണൽപ്പരപ്പുകളോട് സലാം ചൊല്ലിക്കൊണ്ട് സമർക്കന്ദിലെ കുഞ്ഞുബാലൻ പ്രവേശിക്കുകയാണ്. മദീന മദീന മദീന, മുസ്തഫ യാ മുസ്തഫ, ശോബോറോസ് യാ മുസ്തഫ, മുസ്തഫ യാ മുസ്തഫ, ശോബോറോസ് യാ മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയെ മോഹിച്ച സമർക്കന്ദിലെ കുഞ്ഞുബാലൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയെ ഇഷ്ടപ്പെട്ട സമർക്കന്ദിലെ കുഞ്ഞുബാലൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയെ വല്ലാതെ ആശിച്ചുപോയ സമർക്കന്ദിലെ കുഞ്ഞുബാലൻ അതാ മദീന ഷരീഫിലെത്തിപ്പോയി. ആദരണീയരായ ഉസ്താദ് അവர்கள் നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ സമർക്കന്ദിലെ കുഞ്ഞുബാലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ഷരീഫിന്റെ ചാരത്ത് വന്നു. വിളിച്ചു, യാ റസൂലല്ലാഹ്, മദീനയിലെ നേതാവായ എന്റെ സ്നേഹത്തിന്റെ നിറകുടമായ നബിയേ, ഒന്ന് വരുമോ നബിയേ? ആ മുഖകമലമൊന്ന് തരുമോ നബിയേ? വല്ലാതെ ആശിച്ചുപോയി ഞാൻ കാണാൻ. 1000 കാതങ്ങൾ താണ്ടി അകലെ അകലെ സമർക്കന്ദിൽ നിന്നും ഈ ചാരത്ത് വന്നതൊന്ന് കാണാനാണ്. ഒന്ന് വരാമോ നബിയേ? ആ മുഖമൊന്ന് തരാമോ നബിയേ?
മദീന ശരീഫിലെ റൗളാ ശരീഫിന്റെ ഉമ്മറപ്പടിയിൽ തലചായ്ച്ചു വെച്ച് സമർക്കന്തിലെ കുഞ്ഞുബാലൻ തേങ്ങി തേങ്ങി ഏങ്ങി ഏങ്ങി കരഞ്ഞ് കരഞ്ഞ് അറിയാതെ തളർന്നുറങ്ങിപ്പോയി. ഉറക്കത്തിലൊരു വല്ലാത്ത സുഗന്ധം വരുന്നു. കസ്തൂരിയേക്കാൾ പരിമളമുള്ള സുഗന്ധം, അമ്പറിനേക്കാൾ മണമുള്ള സുഗന്ധം, ഒരു വല്ലാത്ത പ്രകാശം വരുന്നു. അമ്പിളിയേക്കാൾ മനോഹരമായ പ്രകാശം, ലോകത്തെ സൂര്യനേക്കാൾ സൗന്ദര്യമുള്ള പ്രകാശം. ആ പ്രകാശ പ്രവാഹങ്ങൾക്കും പരിമള പ്രവാഹങ്ങൾക്കും നടുവേ പാൽനിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് റോസാദളങ്ങൾ വിടർന്ന പോലെ ചെന്താമര ഇതളുകൾ മൊട്ടിട്ട പോലൊരു പൂമുഖം വന്നു. അസ്സലാമു അലൈക യാ ബുനയ്യ, സമർക്കന്ദിലെ കുഞ്ഞുബാല നിനക്കു സലാം. അല്ലാഹുവിന്റെ രക്ഷകടാക്ഷങ്ങൾ എന്റെ പൊന്നുമോന് വർഷിക്കട്ടെ. വാരിയെടുത്ത് കോരിയെടുത്ത് ചുടുചുംബനാരവങ്ങൾ നൽകി കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചപ്പോഴേക്ക് സമർക്കന്ദിലെ കുഞ്ഞുബാലൻ ഞെട്ടി ഉണർന്നു പോയി. ആ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, പക്ഷേ ആ പരിമളം പോയിട്ടില്ല. അതേ വന്നിട്ട് പോയതെന്റെ നേതാവായ നബിയാണ്. റബ്ബേ, എനിക്ക് 3 ആശകളെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 1 മദീനത്ത് വരലായിരുന്നു, 2 പുന്നാര നബിയുടെ പൂമുഖമൊന്ന് കാണലായിരുന്നു. ഇനി 3-മതൊരിക്കൊരാഗ്രഹമുണ്ട് റബ്ബേ. നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ പിഞ്ചുകരങ്ങൾ റൗളാ ശരീഫിന്റെ ചാരത്തിൽ നിന്ന് വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് ചോദിച്ചു, യാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം കേട്ട കാതുകൾ ദുനിയാവിൽ ഇനിയൊരു ശബ്ദവും കേൾക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് ചുംബിച്ച കവിളുകളിൽ ദുനിയാവിൽ ഇനി ആരും ചുംബിക്കണ്ട. ആ പുന്നാര പൂമേനി ഏറ്റുപിടിച്ച കരങ്ങളും ആലിംഗനം ചെയ്ത ശരീരങ്ങളും ദുനിയാവിൽ ഇനി ആരും ഏറ്റുപിടിക്കുകയും ആലിംഗനം ചെയ്യുകയും വേണ്ട. എനിക്ക് പരലോകത്തേക്ക് എത്താൻ ദാഹമായി പോയി. എന്റെ ആത്മാവിനെ നീ പിടിക്കണേ അല്ലാ. ഈ പരിശുദ്ധിയിൽ നീ ലോകത്തോടെന്നെ വിട പറയിപ്പിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന താമസം നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് വാനാലോകത്തുനിന്ന് മഹാനായ മൗത്ത് അസ്റായീൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് കുഞ്ഞുബാലന്റെ ആത്മാവ് പിടിച്ച് പരലോക സുബർക്കലോകത്തേക്ക് യാത്രയായി. ഇന്നും ജന്നത്തുൽ ബഖീൽ കുഞ്ഞുബാലന്റെ മയ്യിത്ത് മറമാടപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പ്രേമം കൽബിനകത്ത് ഹഖീഖത്ത് എന്ന നിലയ്ക്ക് നിറഞ്ഞിട്ട് സാധുക്കളായ നാമേവരെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കള്, സഹകാരികൾ, ഭക്ഷണം തന്നവര്, ദുആ വസിയ്യത്ത് ചെയ്തവര്, സഹായിച്ചവര്, സഹകരിച്ചവര് എല്ലാവർക്കും ഒപ്പം അല്ലാഹുവിന്റെ പുന്നാര നബിയോടൊപ്പം സ്വർഗീയാരാമത്തിൽ സംഗമിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.